പ്രിയ തട്ടിൽ പിതാവെ, ഒരു കാര്യം കൂടി വ്യക്തമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് താങ്കൾ പങ്കെടുത്ത പാലാരിവട്ടം POCയിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധം പോലെ വായ മൂടിക്കെട്ടിയും ചെവി മൂടിക്കെട്ടിയും കണ്ണുകൾ മൂടിക്കെട്ടിയും താങ്കൾ പങ്കെടുക്കുന്ന എല്ലാ രൂപതകളിലും ജനവിശ്വാസികൾ, സീറോ മലബാർ സഭ വിശ്വാസികൾ താങ്കൾക്കെതിരെ പ്രതിഷേധിക്കും. അതൊരു പ്രതിഷേധ ജ്വാലയായി നിങ്ങളെ വിഴുങ്ങിക്കളയാതിരിക്കാൻ ഉചിതമായ നടപടികൾ എടുക്കുക. വിമത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കുക. സമവായം ക്രിസ്തുവിൻ്റെതല്ല, സമവായം സാത്താൻ്റെതാണ്. പാമ്പ്ളാനി മെത്രാനെ താങ്കൾ നിലയ്ക്ക് നിർത്തുക. പാമ്പ്ളാനി മേജർ ആർച്ച് ബിഷപ്പാകാൻ കളിക്കുന്ന ഈ മുടന്തൻ ഉടായിപ്പുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക. മേജർ ആർച്ച് ബിഷപ്പ് താങ്കളാണ്. റാഫേൽ തട്ടിൽ പിതാവെ, അങ്ങാണ് മേജർ ആർച്ച് ബിഷപ്പ്. അതിൻ്റെ കാര്യഗൗരവം അങ്ങ് പൊട്ടൻ കളിച്ചും കോമഡി പറഞ്ഞും മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവിയും നിങ്ങളിങ്ങനെ അപഹാസ്യനാകുന്നത് അല്ലാതെ നിങ്ങൾ ഉചിതമായി സഭയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ സഭാമക്കൾക്ക് നീതി ലഭിക്കട്ടെ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കും, ക്രിസ്തു സന്തോഷിക്കും, മാലാഖമാർ സന്തോഷിക്കും. നിങ്ങളുടെ സീറോ മലബാർ സഭ പൗരോഹിത്യ പട്ടം ചാർത്തി തന്നപ്പോൾ എടുത്ത പ്രതിജ്ഞ ഓർക്കുക. ഒരിക്കൽ കൂടി അതിനെ വിലയിരുത്തുക, മറക്കാതെ അയവിറക്കുക. ആ പ്രതിജ്ഞയിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ. കൂടുതലായി ഒന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ റാഫേൽ തട്ടിൽ പിതാവേ, താങ്കൾ ഉത്തരവാദിത്വ ബോധത്തോടെ സീറോ മലബാർ സഭയെ ഞാൻ നയിക്കുമെന്ന് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, ദൃഢപ്രതിജ്ഞ എടുക്കുക. ഒരു സഭാദ്രോഹികളെയും ഒരു വിമതരെയും താങ്കൾ അനുകൂലിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. 99% വിശ്വാസികൾ താങ്കളോടൊപ്പമുണ്ട്. 50 ലക്ഷത്തിലധികം വിശ്വാസികൾ താങ്കളുടെ ആ ആജ്ഞാനുവർത്തികളായി നിൽക്കുമ്പോൾ പ്രിയ തട്ടിൽ പിതാവേ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? നിങ്ങളുടെ ഇന്നലകളെ മറന്ന് ഇന്നിൻ്റെ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് കടക്കുക. എല്ലാ പ്രാർത്ഥനകളും സഭയ്ക്ക് വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും പ്രിയ വൈദികർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും കർദിനാൾമാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയും സഭാമക്കൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.